ഹായ് ഫ്രണ്ട്സ്, ഇത് കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രം. ചിക്കര വഴിപാടിനും പുഴുക്ക് വഴിപാടിനും വെടിക്കെട്ടിനും പ്രശസ്തിയാർജിച്ച ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ കണിച്ചുകുളങ്ങരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭദ്രകാളിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ, അതായത് കണിച്ചുകുളങ്ങര അമ്മ. കുംഭമാസത്തിലെ തിരുവോണ നാളിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. 21-ാം ദിവസമാണ് മഹോത്സവം. ഇപ്പോൾ നമ്മൾ കാണുന്നത് കുട്ടികളുടെ ചിക്കര വലത്താണ്. രാവിലെയും വൈകുന്നേരവും കുട്ടികളുടെ ചിക്കര വലത്തുണ്ടായിരിക്കും. 21-ാം ദിവസം 3 വലത്തുണ്ടായിരിക്കും. രാത്രിയിലും ഒരു വലത്തുണ്ടാകുന്നതാണ്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും കുട്ടികളില്ലാത്ത ദമ്പതികൾ കുട്ടികൾ ജനിച്ചാൽ അമ്മയുടെ അടുത്ത് ചിക്കര ഇരിക്കാമെന്ന് നേരുന്നു. കുട്ടികളായി കഴിയുമ്പോൾ അങ്ങനെ ചിക്കര വഴിപാടിന് എത്തിച്ചേരുന്നു. 21 ദിവസമാണ് കുട്ടികൾ ചിക്കരക്കിരിക്കുന്നത്. ചിക്കരക്കൊട്ടിക്കൽ കൂട്ടക്കളവും താലിചാർത്തും ചിക്കരക്കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. ചിക്കരക്കുട്ടികൾ തലയിലും അരയിലും ചുമപ്പ് പട്ട് കെട്ടിയാണ് നടക്കുന്നത്. ദേവിയുടെ പട്ടും താലിയും ചാർത്തുന്ന ദിവസം ചിക്കരക്കുട്ടികൾ ദേവിയെ പോലെ നന്നായി അണിഞ്ഞൊരുങ്ങി സുന്ദരമായൊരു കാഴ്ചയാണത്. ഈ 21 ദിവസവും വളരെ ആഹ്ലാദത്തോടെയാണ് ചിക്കരക്കുട്ടികൾ ക്ഷേത്ര പരിസരത്ത് ഓടി നടന്ന് കളിക്കുന്നത്. അമ്പലത്തിൻ്റെ മൂലസ്ഥാനത്ത് പണിതു വയ്ക്കുന്ന ഒരു കുടിലിനരികിലായി ക്രിയകൾ നടക്കുകയും കുട്ടികളെ കൊണ്ട് ചക്കരക്കുടത്തിൽ കൈയിടിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന വഴിപാടാണ് ചിക്കരക്കൊട്ടിക്കൽ കൂട്ടക്കളം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിന് തെക്കുവശത്തായി കാണുന്ന കൂത്തമ്പലത്തിലാണ് അരിക്കൂത്ത് വഴിപാട് നടത്തുന്നത്. ഇതാണ് കൂത്തമ്പലം. കുട്ടികളെ പൂമാലയണിയിച്ച് കൂത്താടികൾ അവരെ കയ്യിലെടുത്ത് താളത്തിൽ നൃത്തം ചെയ്ത് തിരികെ നൽകുന്നു. അതിനാണ് അരിക്കൂത്ത് വഴിപാടെന്ന് പറയുന്നത്. മുത്തശ്ശിയും ഒത്തുവന്ന് നന്ദിദേവനോട് എന്തൊക്കെയോ പരാതി പറയുകയാണ് ശിവഭഗവാനോട് പറയാൻ. പരാതിക്കാരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഉപദേവതകളായി ഗണപതി, പരമശിവൻ, മഹാവിഷ്ണു, അയ്യപ്പൻ, കൊടുങ്കാളി, സുബ്രഹ്മണ്യൻ, ധന്വന്തരി, വേതാളി, നാഗദൈവങ്ങൾ എന്നീ പ്രതിഷ്ഠകളാണുള്ളത്. കൂടാതെ ബ്രഹ്മരക്ഷസും യക്ഷിയമ്മയും. സദ്യാലയത്തിൽ മാത്രമായിരുന്നു ആദ്യം ചിക്കര വഴിപാടുണ്ടായിരുന്നത്. അവിടുന്ന് തന്നെയായിരുന്നു കുട്ടികൾക്കുള്ള ഭക്ഷണവും. പിന്നീട് ഭക്തരുടെ എണ്ണം കൂടിയതോടെ ക്ഷേത്ര പരിസരങ്ങൾ ഷെഡുകൾ നിർമ്മിച്ച് പാർക്കുന്ന രീതിയായി. കാലക്രമേണ ക്ഷേത്രം വക ഷെഡുകൾ നിർമ്മിച്ചു കൊടുത്തു തുടങ്ങി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പുഴുക്ക്. അസുഖം ബാധിക്കുമ്പോൾ രോഗമുക്തിക്കായിട്ടാണ് പുഴുക്ക് വഴിപാട് നേരുന്നത്. ഒരാളുടെ രൂപമോ അവയവങ്ങളുടെ രൂപമോ മാവിൽ കുഴച്ച് പുഴുങ്ങിയെടുക്കുന്നു. ബാക്കിയുള്ളവ ഉരുളകളാക്കി പുഴുങ്ങുന്നു. മദ്യപാനത്തിൽ നിന്നും മുക്തിക്കായി അരിമാവിൽ ശർക്കര ചേർത്ത് കുറുക്കിയെടുത്ത് ദേവിയെ പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. അരിപ്പൊടിയിൽ ശർക്കര, പഴം, ഏലക്ക, ജീരകം, കൽക്കണ്ടം, തേങ്ങ ചിരകിയത്, ഉണക്കമുന്തിരി, വണ്ടിപ്പരിപ്പ് എന്നിവ ചേർത്ത് വെള്ളം ചേർക്കാതെ നന്നായി കുഴച്ച് കൂട്ട് തയ്യാറാക്കുന്നു. അടുപ്പിലൊരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വയ്ക്കുന്നു. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഓരോ ഉരുളകളാക്കി അത് വെള്ളത്തിലേക്ക് പ്രാർത്ഥനയോടെ ഇടുന്നു. ആദ്യമൊക്കെ ഉത്സവ നാളുകളിൽ മാത്രമേ പുഴുക്ക് വഴിപാടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ദിനംപ്രതി പുഴുക്ക് വഴിപാട് നടക്കുകയാണ്. ഇവിടെ ഏഴുവരിക്കൈതയും അറുകുലാപ്പപ്പൻ ക്ഷേത്രവുമൊക്കെ സന്ദർശിക്കേണ്ടവയിൽപ്പെടുന്നവയാണ്. ആലപ്പുഴയിൽ നിന്ന് കണിച്ചുകുളങ്ങര ക്ഷേത്രം വരെ ഉദ്ദേശം 20 കിലോമീറ്ററും ചേർത്തലയിൽ നിന്ന് 8 കിലോമീറ്ററുമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ഇവിടെ മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഇത് സുബ്രഹ്മണ്യ ക്ഷേത്രം. ഇവിടെ ഷഷ്ഠി ദിവസം ഭക്തജനത്തിരക്കാണ്. അവസാനത്തെ 2 ദിവസങ്ങളിലാണ് കമ്പക്കെട്ട് എന്നറിയപ്പെടുന്ന 2 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ട് ഉണ്ടാകുന്നത്. ഇവിടെ യക്ഷിയമ്മ കുടികൊള്ളുന്നു. നാഗരാജാവും നാഗയക്ഷിയും. ഇവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഒന്ന് മാരാരിക്കുളവും ഒന്ന് ചേർത്തലയുമാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് പ്രോത്സാഹിപ്പിക്കുമല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.